മുമ്പ് ദുബൈ വന്നിട്ടില്ലല്ലോ? ഇല്ല, ആദ്യമായിട്ടാണ്. പേടിക്കാനൊന്നുമില്ല, നല്ല കമ്പനിയാണ്. ഒരാഴ്ചത്തേക്ക് ഹോട്ടൽ അക്കോമഡേഷൻ ഉണ്ട്. അതിനാമച്ച് എവിടെയെങ്കിലും ബെഡ് സ്പേസ് കണ്ടെത്തി മാറിയാൽ മതി കേട്ടോ. നിരഞ്ജൻ പറഞ്ഞിട്ടുണ്ട് ഈ ബെഡ് സ്പേസിനെ കുറിച്ച്. നിരഞ്ജനോ? അതാരാ? എന്റെ അമ്മാവന്റെ മോനാ, ഇവിടെ ദുബൈയിലുണ്ട്. അത് ശരി, പുള്ളിയാണോ വിസ എടുത്തത്? എന്നിട്ട് പുള്ളിയുടെ എയർപോർട്ടിൽ വരാൻ ഞാൻ? അയ്യോ, അവനല്ലേ ശരിയാക്കിയത്. ഇത് ഞാൻ ഇന്റർനെറ്റ് വഴി അപ്ലൈ ചെയ്ത് ശരിയാക്കി എടുത്തതാ. അവൻ എന്നെ കൊണ്ടുവരണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അമ്മാവന്റെ സ്വഭാവം അറിഞ്ഞൂടെ. എനിക്കോ? എനിക്ക് ഈ അമ്മാവന്റെ സ്വഭാവം എങ്ങനെ അറിയാനാ? അയ്യോ സാറിനല്ല, എനിക്കറിഞ്ഞൂടെ അമ്മാവന്റെ സ്വഭാവം. അവൻ എന്നെ കൊണ്ടുവരണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അമ്മാവൻ സമ്മതിക്കത്തില്ല. അമ്മാവനൊക്കെ ശരിയാ, പക്ഷെ ആളൊരു കൂറയാണ്. യു മീൻ കൂതറ? സ്വപ്നമൊരു ചാക്ക്, തലയിലത് താങ്ങിയൊരു പോക്ക്, ഉഴയവൻ അലിഞ്ഞ് വിളി കേട്ട് ഇവന് വഴികാട്ട്. ഒരു കഥ പറയാത്തൊരു കഥ പറയാ, നുണതരി കലരാത്തൊരു കഥ പറയാ. അകലെയാണ് ഇവനുടെ കഥയിലെ നാട്, അവിടെയാണ് ഇവനുയരരുളിയ വീട്. ഈരടിയായി പാടാം നായകന്റെ ചിരപരിചിതരുടെ മൊഴി. സ്വപ്നമൊരു ചാക്ക്, തലയിലത് താങ്ങിയൊരു പോക്ക്, ഉടയവനലിഞ്ഞ് വിളി കേട്ട് ഇവനു വഴികാട്ട്. സ്വപ്നമൊരു ചാക്ക്, തലയിലത് താങ്ങിയൊരു പോക്ക്, ഉടയവനലിഞ്ഞ് വിളി കേട്ട് ഇവനു വഴികാട്ട്. ഇത് കമ്പനി സിം കാർഡാണ്. ഇത് 250 ദിർഹംസ്, നാട്ടിലെ 3000 രൂപ. പോയി റെസ്റ്റ് എടുക്ക. ഓക്കെ സാർ. പിന്നെ എന്നെ സാറെന്നൊന്നും വിളിക്കണ്ട. ഞാൻ കമ്പനി ഡ്രൈവറാ. എന്റെ പേര് കോയ, കൂതറ കോയ എന്നറിയപ്പെടും. പിന്നെ താങ്കളുടെ അമ്മാവനെ എന്റെ പ്രത്യേക അന്വേഷണം അറിയിച്ചേക്കാം കേട്ടാ. ഓക്കെ. രാജകീയമായിട്ട് അതിലൂടെ താമസം അറിയോ? എന്നോട് ഓഫീസിൽ ജോലി ചെയ്യുന്ന റിനു. ഞാൻ വിവേക്. എന്തൊക്കെയുണ്ടാ വിശേഷം? ഇവരെ നാട്ടിലും കളയാന്നാണ് വിളിക്കുന്നത്, ഓഫീസിലും കളയാന്നാണ് വിളിക്കുന്നത്. അതിവരെ വെറുതെ വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ പോത്തിന്റെ സ്വഭാവം. മാറ്റം ഉണ്ടാ, നിനക്ക് നല്ല മാറ്റമുണ്ട്. നീ ഇപ്പൊ നല്ല കോസ്റ്റൽ തമാശ ഒക്കെ പറഞ്ഞു തുടങ്ങിയേക്കുന്നല്ലോ. ചെലക്കാതെ കൂടാ ഒരുപാട് നാളായി ഹോട്ടലിലെ കക്കൂസ് ഒന്ന് എൻജോയ് ചെയ്തിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വരാം. ഇവിടെ ബന്ധുക്കളും സ്വന്തക്കാരും അങ്ങനെ അധികാരമൊന്നുമില്ല. ഒരു അമ്മാവന്റെ മോനുണ്ട്, ഒരു നിരഞ്ജൻ.
പുള്ളി എവിടെ വർക്ക് ചെയ്യുന്നത്? എവിടെ വർക്ക് ചെയ്യുന്നതെന്ന് അറിയില്ല, പക്ഷെ ഏതൊരു നല്ല കമ്പനിയില്ല. പിന്നെ പെങ്ങളെയൊക്കെ കെട്ടിച്ചയച്ച് വീടൊക്കെ ഒന്ന് പുതുക്കി പണിയും. അപ്പൊ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകും. അവന്റെ പെങ്ങളെ കെട്ടിയ ആളെ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു. ഈ ഇന്ത്യൻ എക്സ്പ്രസിലെ ഒരു ഫോട്ടോഗ്രാഫർ, ഒരു ഹേമന്ത്. പത്രവായന എനിക്ക് കുറച്ച് കുറവാണ്. അത് മനസ്സിലായി. എടാ വിവേകേ, കഴിവതും നീ ഇവിടുന്ന് ചെമ്മീൻ കഴിക്കരുത്. അതെന്ത്? കണ്ടില്ലേ, അകത്തുപോയി ചെമ്മീനോട്ട് ഭയങ്കര യുദ്ധമായിരുന്നു. വലിച്ചുവാരി തിന്നപ്പോ ഓർക്കണായിരുന്നു. ഒരു 2 എണ്ണം അടിച്ചിരുന്നെങ്കിൽ ഈ കൊഞ്ചിന്റെ ഹാങ് ഓവർ ഒന്ന് മാറിയത്. നിരഞ്ജൻ വിളിക്കട്ടെ. നിരഞ്ജനോ? അതാരാ? പുള്ളിയുടെ അമ്മാന്റെ മകനാ. പുള്ളി ദുബൈയിലെത്തിയവരെയും വിളിച്ചു പറഞ്ഞിട്ടില്ല. പുള്ളി സസ്പെൻസിൽ വെച്ചിരിക്കുക. എന്റെ ശബ്ദം കേട്ടാൽ അവൻ ശരിക്കും ഒന്ന് ഞെട്ടും. എവിടെ വർക്ക് ചെയ്യുന്ന പുള്ളി? പക്ഷെ അതൊന്നും പുള്ളിക്ക് അറിയത്തില്ല. പക്ഷെ പുള്ളിയുടെ കാര്യം പറഞ്ഞാലോ വലിയ എക്സൈറ്റ്മെന്റാ. നിരഞ്ജൻ MSc മാത്സാ, ട്യൂട്ടോറിയൽ കോളേജിൽ അധ്യാപകൻ. അങ്ങനെ ഇരിക്കുമ്പോഴാ ഇവിടെ ഈ നല്ലൊരു ജോലി കിട്ടിയത്. എന്തായാലും അത് വലിയൊരു അനുഗ്രഹമായി. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ മുകുന്ദൻ 2 ഇടങ്ങഴി തകഴി എല്ലാം കൊള്ളാം. പക്ഷെ സാറിപ്പോഴും വലിയ കൂടിയൊന്നും ഇല്ലല്ലോ. പിന്നെ ഇതൊന്നും വായിച്ചിട്ട് ഒരു കാര്യമില്ല. അയവ തുടങ്ങാം. ഹലോ, റൂം നമ്പർ 2222. 222 2T പ്ലീസ്. അളയാ റിനു, നമ്മൾ ഇവന്റെ റൂമൊക്കെ അങ്ങ് വൃത്തിയേടാക്കിയോളയാ. ചെറുതായിട്ട് അവന്റെ റൂം ഒന്ന് വൃത്തിയാക്കിയാലോ? എന്നാ പിന്നെ അവൻ കുളിച്ചിട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് അങ്ങ് വൃത്തിയാക്കാം. അത് തന്നെ. എന്നാ വാ. Yes, come in. Come in. Good evening, sir. Good evening. സർ, റൂം വൃത്തിയാക്കാൻ ആളായിരിക്കണം. ഇത്രയും വൃത്തിയായിട്ട് കിടക്കുന്ന റൂം ഇനി വൃത്തിയാക്കാൻ ആളെ വിടണമെന്നോ? നക്കാപ്പിച്ച ടിപ്പിന് വേണ്ടി എന്തിനാ നീ ഇങ്ങനെ പതപ്പിക്കാൻ നിൽക്കുന്നത്? പതപ്പിച്ചല്ല സാർ, റൂം വല്ല കിടന്നപ്പോ പറഞ്ഞു. ഇതെവിടെ സാർ? അതിന്റെ മേളിലോട്ട് വെച്ചു. അവിടെ പോയി. എന്തായി സാറന്മാരെ? ആഹാ, ചായ വന്നോ? ബില്ലൊന്ന് സൈൻ ചെയ്ത് തരും. നിനക്ക് എന്തിനാ ഇത്ര പുച്ഛം? ഒരു പുച്ഛമില്ല സാറേ, ഒന്ന് സൈൻ ചെയ്ത് തരും. നിന്റെ പേരെന്താ? നിരഞ്ജൻ. നിരഞ്ജൻ